ലാൽ സലാം പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം ഡയസ് ഏറെ ഇന്ന് 4-ാം ദിനത്തിലേക്ക് അതിഗംഭീരമായിട്ടുള്ള കുതിപ്പിലായിട്ട് മുന്നോട്ട് പോകുന്നു. തിങ്കളാഴ്ച ഇടിഞ്ഞോ വീണോ എന്ന് ചോദിച്ചവന്മാരോട് ഇടിഞ്ഞിട്ടുമില്ല വീണിട്ടുമില്ലടാ, ഇവിടെ ആളിക്കത്തുക തന്നെയാണ്. ചിലവന്മാർക്കൊക്കെ ഉള്ള ഒരു അസുഖം അതാണ്. അതങ്ങ് കീറിക്കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇന്നും വിറ്റുപോയിരിക്കുന്നത് 6 മണി വിറ്റുപോയിരിക്കുന്നത് 1,35,000 മുകളിലുള്ള ടിക്കറ്റുകളാണ്. അപ്പോൾ മനസ്സിലായല്ലോ ഏത് റേഞ്ചാണ് ഈ സിനിമ ഓടുന്നത് എന്നുള്ളത്. ഞായറാഴ്ച സിനിമയ്ക്ക് ഞെട്ടിക്കുന്ന കളക്ഷൻ തന്നെയായിരുന്നു. 5,37,00,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ മാത്രമായി വന്നത്. ഏകദേശം 5,80,00,000 രൂപയ്ക്കിടയിലാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. ഇവിടെ ഈ ഒരു തിങ്കളാഴ്ച എങ്ങനെയാണ് കളക്ഷൻ എന്ന് ഉറ്റുനോക്കുന്നവർക്ക് സിനിമ ആളിക്കത്തുന്ന കാര്യം തന്നെ കാണാൻ കഴിഞ്ഞു. 6 മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായി ചാനലൊന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ നിങ്ങളുടെ ഇഷ്ടം പോലെയാകാം. എന്താണെങ്കിലും 1,355ഓളം ഷോകളിൽ നിന്ന് 1,33,436ഓളം ടിക്കറ്റുകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 35% ഇന്ന് സിനിമയുടെ തിയേറ്റർ ഓക്യുപ്പൻസി. 2,22,52,000 രൂപയാണ് ഇതുവരെ ട്രാക്ക്ഡ് കളക്ഷനായി വന്നിരിക്കുന്നത്. 6 മണി വരെയുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ പറയുന്നത്. എന്നാലും ഒരു തിങ്കളാഴ്ച ശരിക്കും വലിയ ഇടിവ് പ്രതീക്ഷിക്കുന്ന ദിവസം 35% ഒക്യുപ്പൻസി എന്ന് പറയുന്നത് അത് ഗംഭീരമെന്ന് തന്നെ നമുക്ക് പറയാം. എന്താണേലും ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഇപ്പോൾ തന്നെ 2.5 കോടി സിനിമ നേടിയിരിക്കുന്നു. ട്രാക്കിങ്ങിലൂടെ 16.5 കോടിയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി സിനിമയുടെ ആദ്യ ദിനവും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാം. പ്രീമിയർ ഷോയിലൂടെ മാത്രം 83 ലക്ഷം രൂപ നേടിയ ചിത്രം കേരളത്തിൽ നിന്ന് ആദ്യ ദിനം നേടിയത് 3,85,00,000 രൂപ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2-ാം ദിനം 4,86,00,000 രൂപ നേടിയ ചിത്രം 3-ാം ദിനം 5,84,00,000 രൂപയും നേടിയിരിക്കുന്നു. ടോട്ടലായിട്ട് 15,38,00,000 രൂപ നേടിയെന്നുള്ളതാണ് പ്രശസ്ത ട്രാക്കേഴ്സായ വാട്ട് ദ ഫസ് പറഞ്ഞ് പുറത്തുവരുന്ന കണക്കുകൾ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 4,31,00,000 രൂപയുമാണ് സിനിമയ്ക്ക് നേടിയിരിക്കുന്നത്. അതായത് സിനിമ ഞായറാഴ്ച വരെ നേടിയിരിക്കുന്ന കളക്ഷൻ 19,69,00,000 രൂപ ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട്. അപ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് 41-42 കോടിയെങ്കിലും സിനിമ ആദ്യ 3 ദിവസം പ്രീമിയർ ഷോ ഉൾപ്പെടെ നേടിയിട്ടുണ്ടാകുമെന്നുള്ളത്. കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമയുടെ കളക്ഷൻ ഇന്ത്യ കളക്ഷനേക്കാൾ കൂടുതലായിരുന്നു. ആദ്യ ദിനം ഇന്ത്യ കളക്ഷനായി വന്നത് 5 കോടിക്ക് മുകളിലാണെങ്കിൽ 6 കോടിക്ക് മുകളിലാണ് നമുക്ക് ഓവർസീസിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ സിനിമ 3 ദിവസം കൊണ്ട് തന്നെ 40-42 കോടിയിലേക്ക് എത്തി. ഇന്ന് തിങ്കളാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു 7 മുതൽ 8 കോടി രൂപ വരെ സിനിമ നേടുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടു കൂടി സിനിമ 50 കോടി അല്ലെങ്കിൽ 49 കോടിയിലേക്ക് എത്തും. അതായത് നാളെ 5-ാം ദിവസം സിനിമയ്ക്ക് 50 കോടി ഉറപ്പിക്കാമെന്നുള്ളതാണ്. ഇന്ന് 1 കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ പ്രീസെയിലായിട്ട് തന്നെ വന്നത്. ഇത്ര മികച്ച രീതിയിലുള്ള ഒരു സിനിമ ഒരിക്കലും ഒരു പ്രേക്ഷകനും തള്ളിക്കളയില്ല. എന്താണേലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമയും ചെയ്യാൻ കഴിയില്ല എന്നറിയാം. അങ്ങനെ ഒരു സിനിമയും ഇന്ന് വരെ ഇറങ്ങിയിട്ടുമില്ല. എല്ലാത്തിലും കുറ്റം കാണുന്ന ഓരോ വ്യക്തികളും എല്ലാ സിനിമകളുടെ കാര്യത്തിലും ഉണ്ടാവും. പലപ്പോഴും ഫാൻ ബേസിൽ കുറ്റം പറയുന്നവർ, ചിലർ വെറുതെ ഒരു സിനിമ നല്ലതാണെങ്കിലും കുറ്റം പറയുന്നത്, ചിലർക്ക് ഇഷ്ടപ്പെടാതെ അവർ പറയുന്നതും ഉണ്ടാകാം. എന്നിരുന്നാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നു, ഭൂരിഭാഗം ജനങ്ങൾക്കും ഈ സിനിമ ഇഷ്ടമായി എന്നുള്ളതാണ്. എന്താണേലും അതുകൊണ്ട് തന്നെയാണ് തിയേറ്ററിൽ ഇത്രത്തോളം ജനങ്ങൾ കയറുകയും ചെയ്യുന്നത്. ഇതുവരെ 10 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയതായിട്ടാണ് ട്രാക്കിങ്ങിലൂടെ വെറും 4 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതും 59% ഒക്യുപ്പൻസിയാണ് തിയേറ്ററിൽ തന്നെ നമുക്ക് കാണാനും കഴിയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ ഏകദേശം വ്യക്തമാകാനും കഴിയുന്നതാണ്. ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ ഒരു സിനിമ ഈ ഒരു ജോണറിൽ ഇറങ്ങിയ മലയാളത്തിൻ്റെ സർവ്വകാലത്തെയും വലിയ റെക്കോർഡ് തൂക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത്ര മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിമനോഹരമായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് അമ്മാതിരി ഒരു സക്സസ് കിട്ടിയ ഒരു ഏരിയ കൂടിയാണ്. അടുത്ത വർഷം നമ്മൾ ഈ ഒരു സിനിമ നോക്കുമ്പോൾ ഇത് അവാർഡുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുമെന്നുള്ളതും ഉറപ്പ് തന്നെയാണ്. എന്തായാലും അക്ഷരാർത്ഥത്തിൽ മലയാളിയെ ഞെട്ടിക്കുക മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ഈ സിനിമ കാണുന്ന പ്രേക്ഷകനെ ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്ന ഫീല്, പൂർണ്ണമായും ഒരു ഇംഗ്ലീഷ് മൂവിയുടെ എന്നൊന്നും പറയില്ല, നമ്മുടെ മലയാളവും അതിൻ്റെ പാതയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഉള്ളത് അതിഗംഭീരമുള്ള അല്ലെങ്കിൽ ഗംഭീരമായ സിനിമയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത് തരണം.